ജമ്മു കാശ്മീരിലുണ്ടായ വാഹനാപകടത്തിൽ നാട്ടിലെ പ്രിയങ്കരനായ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലാണ് കോഴിക്കോട് നാദാപുരം ഇയ്യങ്കോട് ഗ്രാമം. തിരഞ്ഞെടുപ്പിൽ നാട്ടിലെത്തി മടങ്ങിയ സഫ്വാൻ സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര പോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. സഫ്വാന്റെ മൃതദേഹം ഇന്ന് രാത്രി തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് നാദാപുരം ഇയ്യങ്കോട് ഗ്രാമം ദുഃഖത്തിലാണ്. ഇന്ന് പുലർച്ചെയാണ് ജമ്മു കാശ്മീരിലെ വാഹനാപകടത്തിൽ ഇയ്യങ്കോട് സ്വദേശിയായ പി സഫ്വാൻ മരിച്ചെന്ന വാർത്ത കുടുംബാംഗങ്ങൾ അറിയുന്നത്. മൃതദേഹം ഇന്ന് തന്നെ വീട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് പറയുന്നത്. വാർഡ് മെമ്പർ CK നാസർ ചേരുന്നു. എപ്പോഴായിരിക്കും മൃതദേഹം എത്തുക? മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. എംബാം ചെയ്യാൻ വേണ്ടി ഒരു 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എംബാം ചെയ്ത് ഒരു 6 മണിക്ക് കഴിയുന്നതാണെങ്കിൽ 7 മണീൻ്റെ ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുവരാനുള്ള ഏർപ്പാടിലാണ് ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത്. കോൺടാക്റ്റ് ഈ വിവരം ഇന്നലെ രാത്രി 1 മണിക്കാണ്, പുലർച്ചെ 1 മണിക്കാണ് അറിയുന്നത്. അപ്പോൾ ആ സമയം മുതലേ തന്നെ നാട്ടുകാരായ 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. അവർ മുഖാന്തരമാണ് ഇടപെട്ടത്. പിന്നെ അതിരാവിലെ ET മുഹമ്മദ് ബഷീർ സാഹിബ് MP ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടുത്തെ ഷാഫി പറമ്പിലാണ് ഒരുപാട് തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തന്നിട്ടുള്ളത്. ഇവർ 12 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടിയുടെ മാത്രം ഒരു മോശമായ സാഹചര്യമുണ്ട്. ബാക്കി കുട്ടികളൊക്കെ ഈ ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്നാണ് ഇപ്പോഴറിഞ്ഞത്. അവരെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, ICU. നാട്ടിൽ വന്നത് ബോട്ടിൻ്റെ അന്ന് വന്നിട്ട് ബോട്ടും ചെയ്താണ് ഈ വൈകുന്നേരമാണ് പോകുന്നത്. പാലക്കാട് നിന്നാണ് ഇവർ ടൂറായിട്ട് പോയത്. ഇവർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2 കുട്ടികളും ബാക്കി അവൻ്റെ കുട്ടികളും കൂടിയിട്ടാണ് പോയത്. ഒപ്പം പഠിച്ച സുഹൃത്തുക്കളാണോ? പഠിച്ച സുഹൃത്തുക്കളും ജോലി ചെയ്യുന്ന 2 പേരും. അപ്പം മൊത്തം ടോട്ടൽ 12 പേരാണുള്ളത്. ഇപ്പോൾ ട്രക്ക് രാത്രി ഇവിടുന്ന് ട്രെയിനിന് പോയി അവിടെ എത്തി ട്രക്ക് ആയിട്ട് ഇടിച്ചാന്നാണ് പറഞ്ഞത്. ഈ അപകടം എങ്ങനെ ട്രക്ക് വശത്ത് വന്നിടിക്കുകയാണ് ഇത്? ട്രാവലർ ഇടിച്ചതായിട്ട് സൈഡാണ് ഇന്ന് കാണുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് പിന്നെ ഇതിൽ നോക്കുമ്പോൾ ഇവൻ്റെ സൈഡിൽ തന്നെ അടിച്ചത്. എനിക്ക് തന്നെ മെയിനായിട്ട് പറ്റിയത് ആ ഇടുക്കിയോടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ജോലി. ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് 1 വർഷം ഏകദേശം ആകുന്നേ ഉള്ളൂ. സഫാൻ്റെ ഉപ്പയും ഉമ്മയും സഫാൻ്റെ ഒരു ഇളയ സുഹൃത്തുമാണ് ഉള്ളത്. 2 മക്കളാണ് സഫാൻ്റെ ബാപ്പാക്കുള്ളത്. പിന്നെ സഫാൻ എന്ന് പറയുന്നത് ഈ പ്രദേശത്തുകാർക്കൊക്കെ ഏറെ പ്രിയങ്കരന. ചെറിയ പ്രായത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലും ജീവകാരുണ്യ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ പയ്യനാണ് പ്രിയപ്പെട്ട സഫാൻ. നാടിൻ്റെ പ്രിയങ്കരനായ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന സഫാനെയാണ് നഷ്ടമായിരിക്കുന്നത്. ഇയ്യങ്കോട് ഗ്രാമം ദുഃഖത്തിലാണ്. മൃതദേഹം ഇന്ന് രാത്രി തന്നെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷെനിൽ ഖാനിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. റിപ്പോർട്ടർ കോഴിക്കോട്.